നാഥനെ വാഴ്ത്തി നമിക്കുകയായി നീ നിത്യം പരിശുദ്ധൻ. നിൻ തിരുനാമ പ്രകീർത്തനമൊന്നായി ഉണരുകയായി ഇവിടെ. പാരിടമൊന്നായി പാവനമാകും നാഥനിലർപ്പിതമായി ഹല്ലേലൂയ സ്തുതിഗീതത്താൽ ആനന്ദിക്കുകയായി. പാരിടമൊന്നായി പാവനമാകും നാഥനിലർപ്പിതമായി ഹല്ലേലൂയ സ്തുതിഗീതത്താൽ ആനന്ദിക്കുകയായി. ഒലിവുമലയിൽ നിന്നും ഓശാന വീഥികളിലൂടെ ഓശാന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ചെങ്കുത്തായ ഇറക്കം. താഴ്വാരങ്ങളിൽ ധാരാളം കല്ലറകൾ കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ കല്ലറയാണിത്. അവന്റെ രണ്ടാം വരവിൽ യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടാൻ വേണ്ടി കാത്തുകിടക്കുന്നവരാണിവർ. യത്തവമേറിയണഞ്ഞൊരു നാഥനെ വരവേറ്റൊരു ഗീതം. യെരൂശലേമിൻ നഗരിയിൽ നിന്നും ഉയർന്നൊരു സ്തുതിഗീതം. യത്തവമേറിയണഞ്ഞൊരു നാഥനെ വരവേറ്റൊരു ഗീതം. ഒലിവുമല ഇറങ്ങി ഞങ്ങൾ താഴ്വാരത്തിലെത്താനായപ്പോൾ ഒരു ദേവാലയം ദർശിച്ചു. കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. യേശു ജെറുസലേമിനെ കുറിച്ച് വിലപിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-24 നമ്മൾ വായിക്കുന്നു. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയവിളക്കു തെളിക്കും. കണ്ണിമ ചിമ്മാതെ കാവലിരുന്നേടും. ഈ കാണുന്നതാണ് ജെറുസലേം ദേവാലയം. പഴയ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. ഇന്ന് അവിടെ ഒരു മുസ്ലിം ദേവാലയമാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണിമ ചിമ്മാതെ കാവലിരുന്നീടും. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ. കാലങ്ങളേറെയായി കാത്തിരിപ്പൂ കർത്താവേ. മലയിറങ്ങി ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഗെത്സമൻ തോട്ടത്തിലേക്കാണ്. കാത്തിരിപ്പൂ കണ്ണീരൊഴിച്ചെന്റെ ഹൃദയവിളക്കു തെളിക്കും. കണ്ണിമ ചിമ്മാതെ കാവലിരുന്നേടും. ഈ കാണുന്നതാണ് ഗെത്സമൻ തോട്ടം. ഒലിവ് മരങ്ങൾ ആണ് ഈ തോട്ടത്തിലുള്ളത്. ഒലിവ് മരത്തിനും മരണമില്ല എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ
യേശുവിൻ്റെ കാലത്തുള്ള ഒലിവുമരങ്ങൾ തന്നെയാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. ഗെത്സമൻ തോട്ടമാണ്. ഇവിടെയാണ് ഈശോ ലാസ്റ്റ് സപ്പറിന് ശേഷം 4 ബൈബിളും പഠിപ്പിക്കുക എങ്ങനെയാണ്, 4 സുവിശേഷവും പഠിപ്പിക്കുക എങ്ങനെയാണ്. ലാസ്റ്റ് സപ്പറിന് അവസാന അത്താഴത്തിന് ശേഷം കെദ്രോൻ വാലി കടന്ന് ഈശോ ഗെത്സമനി എന്ന് പറയുന്ന തോട്ടത്തിലെത്തി. ഇതിൻ്റെ പേര് ഗെത്സമനി എന്ന വാക്കിൻ്റെ അർത്ഥം ഓയിൽ പ്രസ് എന്നാണ് അതിൻ്റെ അർത്ഥം. മുകളിലെ ഒലിവ് മലയാണ്. അവിടുന്ന് ഒലിവിൻ്റെ ഇലകൾ കൊണ്ടുവന്ന് ഇവിടെ പ്രസ് ചെയ്ത് അത് ഓയിലെടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഈശോ തൻ്റെ എല്ലാ ശിഷ്യന്മാരിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈശോയുടെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറി എന്നൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ആ ഭാഗമാണ്, അത് നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോവുക. ഏറെ കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല, എല്ലാം മറന്നു പുഞ്ചിരി തൂകിടാനും. ഏറെ കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല, നെഞ്ചിൻ്റെ നോവുകൾ വിങ്ങലായി തീരവേ നെഞ്ചേറ്റിയോ മരിക്കാൻ വരുകില്ലേ. ഒലിവ് തോട്ടത്തിനുള്ളിൽ മനോഹരമായ ഒരു ദേവാലയമുണ്ട്. ഇവിടെയാണ് യേശു ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നീടും. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ച പാറയാണ് ഈ കാണുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് പീലാത്തോസിൻ്റെ അരമനയിലേക്ക് യേശുവിനെ കൊണ്ടുപോയ വഴിയിലൂടെ യാത്ര ചെയ്തു. പരിശുദ്ധ കന്യാമറിയത്തെ അടക്കം ചെയ്ത സ്ഥലം ഇതാണെന്നാണ് വിശ്വസിക്കപ്പെടുക. ക്രിസ്ത്യാനികളായ നമ്മുടെ കത്തോലിക്കരായ നമ്മുടെ വിശ്വാസം മരണശേഷം ഈശോ വന്ന് പരിശുദ്ധ കന്യാമറിയത്തെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മൾ വിശ്വസിക്കുക. എന്നാൽ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുസ്ലിംസ് ഇതിനെ നശിപ്പിച്ചില്ല, ഈ പള്ളി മാത്രം നശിപ്പിച്ചില്ല, കാരണം അവർ പരിശുദ്ധ കന്യാമറിയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ചർച്ച്, ഇത് ക്രൂസൈഡേഴ്സ് കുരിശുയുദ്ധക്കാർ ഉണ്ടാക്കിയതാണ്. ഈ മുകളിലുള്ളത് താഴെയുള്ള പള്ളി അന്നേ നിലനിൽക്കുന്നതാണ്. ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ 3 ടോംസ് ആണ് കാണുന്നത്. ഒരു സൈഡിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റേത്, മറ്റൊരു സൈഡിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റേത്, പിന്നെ മറ്റേ സൈഡിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കളായ ജോവാക്കിം, അന്ന. എല്ലാം സഹിച്ചു നീങ്ങിടുവാനീ എന്നും കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല, എല്ലാം സഹിച്ചു നീങ്ങിടുവാനീ ഭൂവിൽ എന്നും കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല. ഉള്ളിൻ്റെ നോവുകൾ ഏറെയായെന്നാഥ, എന്നാണെന്നാശ്വാസകനായി നീ വരിക. ഉള്ളിൻ്റെ നോവുകൾ ഏറെയായെന്നാഥ, എന്നാണെന്നാശ്വാസകനായി നീ വരിക. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. റൂഹാ 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 വരിക, റൂഹാ
തരിക, ദൈവിക ദാനങ്ങൾ തരിക. ജ്വലിപ്പിക്കുകെന്നിൽ നിന്നഗ്നി, ഉണരട്ടെ എന്നാത്മശക്തി, ഉണരട്ടെ എന്നാത്മശക്തി. റൂഹാ 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 വരിക. അങ്ങനെ ഞങ്ങൾ സെഫിയോൻ മാളികയിൽ എത്തിച്ചേർന്നു. ഈ കാണുന്ന സ്ഥലത്ത് വച്ചാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് അവസാന വിരുന്ന് ഒരുക്കിയത്. മരണശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ഈ സ്ഥലത്ത് വച്ചാണ്. ഈ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടം തോന്നി. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലങ്ങൾ അശ്രദ്ധമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഇന്ന് മുസ്ലിംസിന്റെ കയ്യിലാണ്. സംശുദ്ധമാകുവാനിൻ ചിന്തകൾ വസിക്ക നീ അന്തരംഗത്തിലെപ്പോഴും, സംപൂജ്യമാകുവാനിൻ വാക്കുകൾ വസിക്ക നീ അന്തരംഗത്തിലെപ്പോഴും, സംപൂജ്യമാകുവാനിൻ വാക്കുകൾ എന്നും സംപൂജ്യമാകുവാനിൻ ചെയ്തികൾ. ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറയുവാനായി പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഈശോയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒത്തിരി വലിയ കാര്യങ്ങൾ നടന്ന സ്ഥലം. ഈശോ പാദങ്ങൾ കഴുകി, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, അതിനുശേഷം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതിനുശേഷം ഇതേ റൂമിൽ ഒഴിച്ചു കൂടിയ ശിഷ്യന്മാരുടെ മേലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു. വീണ്ടും അതിനുശേഷം ഈശോ ഉദ്ധാനം ചെയ്തതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ടതും ഈ റൂമിൽ വെച്ചാണ്. ആകർഷിക്കെന്നെ ദൈവജ്ഞാനമേ, സ്നേഹിക്കുവാൻ പുണ്യപ്പെട്ടതെല്ലാം. ആകർഷിക്കെന്നെ ദൈവജ്ഞാനമേ, സ്നേഹിക്കുവാൻ പുണ്യപ്പെട്ടതെല്ലാം. തരിക നീ എനിക്കെപ്പോഴും നിൻ ശേഷി, സംപൂജ്യമായവ സംരക്ഷിക്കാൻ. തരിക നീ എനിക്കെപ്പോഴും നിൻ ശേഷി, സംപൂജ്യമായവ സംരക്ഷിക്കാൻ. എന്നും സംപൂജ്യമായ എന്നെ സംരക്ഷിക്കാൻ. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ബെത്ലഹേമിലേക്ക് യാത്രയായി. ഈ പ്രദേശത്ത് ഇന്ന് ഭൂരിഭാഗവും മുസ്ലിംകളാണ്. രാത്രി ആടുകളെ കാത്തുകൊണ്ടുവരുന്ന
ആട്ടിയുടെ ഇറക്ക മാലാഖ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ദൃശ്യമായി. സ്വർഗീയ കീർത്തനം ഗ്ലോറിയ ഗ്ലോറിയ. കുഞ്ഞിളം തെന്നലും താരകളും മനോഹരമായ ഒരു ദേവാലയം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദേവാലയമാണിത്. ആട്ടിടയർക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട ഗുഹയാണിത്. രാവിൽ വാനിടത്തിൽ ദൈവദൂതർ പാടിയ സ്വർഗീയ കീർത്തനം ഗ്ലോറിയ ഗ്ലോറിയ. കുഞ്ഞിളം തെന്നലും താരകളും ആകാരം ഉച്ചത്തിൽ ഏറ്റുപാടി ഉൾക്കൂട്ടിലുണ്ണീശോ ജാതന. ഈ ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഉണ്ണിയേശു പിറന്നു വീണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. ഇന്ന് ഈ ഭാഗം ഒരു വലിയ പള്ളിക്കുള്ളിലാണ്. ഞങ്ങളുടെ തീഷ്ണതയും ഉത്സാഹവും വർദ്ധിക്കുവാൻ തുടങ്ങി. ഇതിൻ്റെ അടിഭാഗത്ത് സൈഡിലുള്ള ഒരു ചെറിയ ചാപ്പലിൽ ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഈ ചാപ്പലിൻ്റെ സമീപത്തിരുന്നു കൊണ്ടാണ് വിശുദ്ധ ജെറോം ബൈബിൾ പരിഭാഷപ്പെടുത്തിയത്. ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുർബാനയുടെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ ഖാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾക്കായി തുറക്കണമേ. ഭാവികളെ അങ്ങയുടെ പക്കലേക്ക് വിളിക്കുകയും അനതാപികൾക്കായി വാതിൽ തുറക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിച്ച് അവൻ അങ്ങേക്ക് സ്തുതി പാടട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരും അവിടുത്തെ കാലത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽസ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് എന്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മുടെ കുടുംബങ്ങളിൽ വർഷിക്കട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളും പൈശാചികമായ തകർച്ചകളും നീങ്ങിപ്പോകട്ടെ. അവിടുത്തെ ശക്തമായ അഭിഷേകം നമ്മുടെ മേലും നമ്മുടെ വസ്തുതകളുടെ മേലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. ശക്തമായ അഭിഷേകത്താൽ എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയുടെ മറ്റൊരു വശത്തേക്ക് ഞങ്ങൾ നടന്നു.
ഇവിടെയാണ് ഉണ്ണിയേശു ജനിച്ചു വീണത്. അനേകം തീർത്ഥാടകരുണ്ട് അവിടെ. നീണ്ട ക്യൂവിൽ ഞങ്ങൾ നിലയുറപ്പിച്ചു. ഞങ്ങളുടെ ഹൃദയം ത്രസിക്കുവാൻ തുടങ്ങി. ഉണ്ണിയേശു പിറന്ന് വീണ സ്ഥലത്ത് ഇന്ന് ഒരു നക്ഷത്രം കാണാം. ഇതിനു മുകളിൽ ഇന്ന് ഒരു അൾത്താരയുണ്ട്. നന്നായി കുനിഞ്ഞു വേണം ഈ സ്ഥലം തൊട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ. ഞങ്ങൾ ഓരോരുത്തരായി അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ലോകത്തിൻ പാപങ്ങളൊക്കെ അകറ്റുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, വിശ്വത്തിൻ ദീപമായി വന്നു പിറന്നൊരു സ്വർഗീയ രാജാവേ. നിന്റെ ഇളം ചുണ്ടിലോ ചേലാർന്ന പുഞ്ചിരി, കൂട്ടുചേർന്നിരിക്കുവാൻ മാലാഖ വൃന്ദവും കുഞ്ഞിക്കണ്ണും പൂട്ടി മെല്ലെ മാതാവിന്റെ മാറിൽ ചായും. ഉണ്ണീശോയെ നോക്കിയിരിക്കാം ഞങ്ങൾ, മെല്ലെ താരാട്ടീണം മൂളിപ്പാടിടാം. ഈ ഗുഹയുടെ മറ്റൊരു ഭാഗത്തായി വേറൊരു അൾത്താരയുമുണ്ട്. മാതാവ് ഉണ്ണിയേശുവിനെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞു കിടത്തിയത് ഈ സ്ഥലത്താണ്. ദൈവദൂതർ പാടിയ സ്വർഗീയ കീർത്തനം ഗ്ലോറിയ ഗ്ലോറിയ. കുഞ്ഞിടത്തെങ്ങലും താരകളും ആകാരം ഉച്ചത്തിലേറ്റുപാടി. പുൽക്കൂട്ടിലും ഈശോ ജാതനായി, പുൽക്കൂട്ടിലും ഈശോ ജാതനായി, പുൽക്കൂട്ടിലും ഈശോ. ബേത്ലഹേമിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു. പ്രഭാതത്തിൽ ഉണർന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു താൻ പേടി അനുഭവിച്ച് മരിച്ച കാൽവരി കുന്നിലേക്ക് ഞങ്ങൾ ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു രഹസ്യമാണല്ലോ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാൻ പോവുക. ഈശോ നിണമണിഞ്ഞ കാൽപ്പാടുകളുമായി ചവിട്ടി കടന്നുപോയ ആ പുണ്യഭൂമിയിലൂടെ ഈശോയെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനാ നിർഭരരായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈശോയെ, എത്രയോ വലിയ അനുഗ്രഹമാണ് അവിടെ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു.
മുൾമുടിയും ചൂടി. ഗാഗുൽത്തായിലേക്കുള്ള പ്രധാന കവാടമാണിത്. ഇതുപോലുള്ള 8 കവാടങ്ങൾ ഇതിനുണ്ട്. ഈ കാണുന്നതാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന സ്ഥലം. മുറിവുകളും പേറി നിന്ദിതനായി മാറി നിൻ ദൈവം ഞാൻ. നിൻ പാപം കഴുകാൻ വേദനകൾ മാറ്റാൻ എൻ രക്തം ചിന്തി ഞങ്ങൾ കാൽവരിയിലേക്ക് യാത്രയായി. ഈ ത്യാഗം കാണാൻ, ഈ സ്നേഹം നേടാൻ ഒരു നിമിഷം പോലും. യാത്രയുടെ ആരംഭത്തിൽ ബെസെയ്ദ കുളക്കടവിലെത്തി. പടിപടികളായുള്ള ആ കുളം ഇന്ന് ജീർണാവസ്ഥയിലാണ്. കാണൂ നീ ദൈവസ്നേഹം, കൈ രണ്ടും നീട്ടി വാരിപ്പുണരാനായി അണയുന്നു നിന്റെ ദൈവം. കുളത്തിനരികിലായി ഇന്ന് മനോഹരമായ ഒരു ദേവാലയം പണിയപ്പെട്ടിട്ടുണ്ട്. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാം എന്ന് ഗൈഡ് പറഞ്ഞു. പക്ഷേ ഗാഗുൽത്തായിൽ ബലിയർപ്പിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ ഒരു ഫ്രാൻസിസ്കൻ വൈദികനെ ദൈവം അങ്ങോട്ട് അയച്ചു. കോയമ്പത്തൂരുകാരനായ ഈ വൈദികൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഗാഗുൽത്തായിൽ മഗ്ദലന മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇന്ന് ഈ ഫ്രാൻസിസ്കൻ വൈദികരുടെ കയ്യിലാണ്. ടീമിലെ വൈദികർ ഈ പുരോഹിതനെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം കാൽവരിയിൽ ബലിയർപ്പിക്കാൻ അവസരമൊരുക്കി ഞങ്ങൾക്ക് മുമ്പേ പോയി. ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം യാത്ര ആരംഭിച്ചു. കുരിശിന്റെ വഴി ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുകയാണ്. കുരിശിന്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങളും ഇന്ന് പള്ളികൾക്കുള്ളിലാണ്. ഗാഗുൽത്താ മലയിൽ ഉയരും കുരിശിന്മേൽ കാണൂ നീ ദൈവസ്നേഹം, കൈ രണ്ടും നീട്ടി ഗാഗുൽത്തായിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അണയുന്നു നിന്റെ ദൈവം. സ്നേഹിതന്മാർ ആരുമില്ല. ഒറ്റക്കെടുത്ത് യുവദാസ തള്ളിക്കൊണ്ട ശിഷ്യന്മാരെല്ലാം ഓടി കൊടുത്തു. അവസാനമാണ് ഈശോ എതിരേറ്റവരും ആരുമില്ല. എന്നെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതും സ്വയം പരിത്യജിച്ച് കുരിശും ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സങ്കടങ്ങളെയും ക്ലേശങ്ങളെയും കുരിശു ചുമന്നുകൊണ്ട് അങ്ങനെ ഇഷ്ടമുള്ള കാൽപ്പാടെ ഞങ്ങൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. വലതുകരം ഉയർത്തിപ്പിടിച്ച് 2ാം സ്ഥലത്ത് നമുക്ക് സഹീവൻ ധ്യാനകേന്ദ്രത്തെയും നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട സാജോസിനെയും സാവബ്രദറിനെയും അതുപോലെ തന്നെ സിജോയെ എല്ലാം സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം.